this kolavari kolavari kolavaridi? Why this kolavari kolavari kolavaridi? Distance ella moonu 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 kalavu white bangu night night color black. Why this kolavari kolavari kolavaridi? Why this kolavari kolavari kolavaridi? സൂപ്പർ, അടിപൊളി. ശരിക്കും എങ്ങനെയാണ് മോൻ? ഞാൻ അറിഞ്ഞത് മോൻ ഫസ്റ്റ് ഒരു റിയാലിറ്റി ഷോയിൽ വരുന്നത് തെലുങ്കിലാന്നാ. അപ്പൊ കേരളത്തിൽ തമിഴ്നാട്ടിലാണ് ജനിച്ചത്. ഇടുക്കിയിലാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ സ്ഥലമാണ് ഇടുക്കി. മോൻ ജനിച്ചത് എവിടെയാ? ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ശരിക്കും പറഞ്ഞത് സേലത്തിലാണ് ജനിച്ചത്. അപ്പം ഞാൻ 2014 ജനിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് തുടങ്ങി 1.5 വയസ്സിൽ തൊട്ട് ഞങ്ങൾ പാട്ട് പഠിച്ച് ശരിയാക്കി. അങ്ങനെ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഈ സരിഗമപ്പാല് വന്നത്? അതെങ്ങനെയാന്ന് വെച്ചാൽ ചേച്ചിക്ക് ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഒരു ചേച്ചിക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ പോയി. എന്താണെന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ചെറിയ കുട്ടിയല്ലേ, 1.5 വയസ്സല്ലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല നല്ല വികൃതിയായിരിക്കും അന്ന്, അല്ലേ? അതുകൊണ്ട് ഞാൻ റൂമിൽ പോയി താമസിച്ച് ഞങ്ങളുടെ ഷോ ഒക്കെ കണ്ട്, പെണ്ണിന്റെ ഷോ ഒക്കെ കണ്ടിട്ട് ഞാൻ സന്തോഷിക്കും കുറെ കൂടെ. അങ്ങനെയൊക്കെ ഒരു ഇത് നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെ കണ്ട് എല്ലാവരും കണ്ട് ശ്രീമുഖി ദീദിനെ കണ്ട് എല്ലാവരും കണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട് മോന്? ഇപ്പൊ എനിക്ക് 7 7 വയസ്സിൽ നാഷണൽ എല്ലാവരുടെയും നാഷണൽ ലെവലിൽ ഭയങ്കര ക്രേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആവിർഭാവ്. എന്താ വീട്ടിൽ എന്താ വിളിക്കുക ആവിർഭാവിനെ? എന്നെ കുട്ടൻ എന്നാ വിളിക്കാറ്. കുട്ടൻ, മറ്റേ ബാബുക്കുട്ടന്റെ കുട്ടനാണോ? ഇത് വേറെ കുട്ടൻ? ഇത് വേറെ കുട്ടൻ. ഓക്കെ. അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ടോപ്പ് സിംഗറിൽ പോയിട്ടുള്ളത്? ടോപ്പ് സിംഗറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ടോപ്പ് സിംഗറിൽ എത്തിയത് ഞാൻ ഫസ്റ്റ് വീട്ടിലിരിക്കുമ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഷോയിൽ പോകണ്ടേ, അങ്ങനെ ഓർത്തപ്പോ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു ടോപ്പ് സിംഗർ നമുക്ക് പോയാലോ. അപ്പൊ അച്ഛൻ ഒരു ഐഡിയ കിട്ടി. അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞു നമുക്ക് ടോപ്പ് സിംഗറിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, നമ്പറിലൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓഡിഷൻ പോയി. അങ്ങനെയൊക്കെ അവിടെ സിന്ധു മാമും അവരൊക്കെ ഇരിക്കുക, അവരൊക്കെ കണ്ട് പിന്നെ ലാസ്റ്റ് വരെ ഞാൻ ഇടയ്ക്കൊന്നും കെറ്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ അച്ഛന്റെ ജോലിയായിട്ട് കണ്ടിന്യൂ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിനുശേഷം പിന്നെ മോനെ കാണുന്നത് എവിടെയാ? ഞാനിപ്പോ കാണുന്നത് ഞാൻ നേരെ മുംബൈയിലോട്ട് വിട്ട് ഒന്നും നോക്കിയില്ല. വലിയൊരു പാട്ടുകാരനാണെന്നുള്ള ചിന്ത ആഗ്രഹത്തോടു കൂടി മുംബൈയിൽ വിട്ട് 7 മാസം അവിടെ ആയിരുന്നു. 7 മാസം മുംബൈയില് സിംഹത്തിന്റെ മടയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ പോയപ്പോ ഒരു അച്ഛനാണ് വന്നത് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് അമ്മയും ചേച്ചിയും കൂടെ വന്ന്. അപ്പൊ ആദ്യം എങ്ങനെ പോയത്? ആദ്യം ഞങ്ങള് ഇൻഡിഗോ ഫ്ലൈറ്റിൽ അങ്ങോട്ട്